എന്താണ് വാസെക്ടമി? പുരുഷന്മാരിൽ നടത്തുന്ന വന്ധീകരണ ശസ്ത്രക്രിയയുടെ പേരാണ് വാസെക്ടമി എന്ന് പറയുന്നത്. ലോകത്തിന്റെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന്റെ 4 ഇരട്ടി കൂടുതലാണ് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കണക്കാവട്ടെ 98% ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ആകെ 2% മാത്രം പുരുഷന്മാർ മാത്രമാണ് ഈ പറയുന്ന വാസെക്ടമി അല്ലെങ്കിൽ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മിഥ്യാധാരണകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പിന്നിൽ. ഇതിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ഒരു അറിവില്ലാത്തത്. എല്ലാവരും വിചാരിക്കുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറപ്ഷൻ പ്രോബ്ലംസ് ഒക്കെ എന്ന് വെച്ചാൽ സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇത് സംബന്ധിച്ച് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇറപ്ഷനോ അങ്ങനെ അത് സംബന്ധിച്ച് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവില്ല. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതൊരു OPD പ്രൊസീജിയറാണ്. ഇത് ചെറിയൊരു, എനിക്ക് തോന്നുന്നു ഇത് PHCകളിൽ വരെ MBBS കഴിഞ്ഞ ഡോക്ടർമാർ വരെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു OPD പ്രൊസീജിയറാണിത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ട്യൂബെക്ടമി ചെയ്യാനാണെങ്കിൽ, മിനി ലാപ്രോട്ടമി ആയാലും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി കീഹോൾ സർജറി ആയാൽ പോലും ഫിറ്റ്നസ് വേണം, അതിന് വേണ്ടിയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം, അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു OPD ബേസിസിൽ ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. 1-2 കുട്ടികളായതിനു ശേഷം നിങ്ങളൊരു പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകളുടെ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ മാത്രം കൺസിഡർ ചെയ്യാതെ നിങ്ങൾ വാസെക്ടമി കൂടെ, ഈ പുരുഷന്മാരിൽ ചെയ്യുന്ന വാസെക്ടമി കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും സ്ത്രീകളാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുക. വാസെക്ടമിയെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇത് സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.